അക്രമം ചെയ്തു പോകുന്നത്, തമ്മാടിത്തരം ചെയ്യുന്നത്, അശ്ലീല പ്രവർത്തനങ്ങൾ നടത്തുന്നത്, അതൊക്കെ ഇന്ന് വലിയ അഭിമാനത്തോടെ കാണുന്ന സമൂഹം ജീവിക്കുന്ന നാട്ടിലാ നമ്മൾ ജീവിക്കുന്നത്. എന്ത് തോന്നിവാസങ്ങൾ ചെയ്യുക മാത്രമല്ല, പഴയ കാലത്തെ ആളുകൾ ഹറാമ് ചിലപ്പോഴൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അവർക്ക് ഹറാമ് ആരും കാണരുതെന്നുള്ള വല്ലാത്ത ലജ്ജയുണ്ടായിരുന്നു. ഇന്ന് ഹറാമ് ചെയ്തിട്ട് അത് എല്ലാവരിലും പ്രചരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ സംസ്കാരം, ഞാൻ എന്ത് തെമ്മാടിത്തരം ചെയ്താലും അശ്ലീലം നടത്തിയാലും അത് വീഡിയോ പ്രദർശനം, വീഡിയോയിൽ പകർത്തിയിട്ട് അത് നാട്ടുകാരെ മുഴുവനും കാണിപ്പിച്ചിട്ട് ലൈക്ക് വാങ്ങണമെന്നുള്ള, ലൈക്ക് വാങ്ങിയിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് പണം സമ്പാദിക്കണമെന്നുള്ള സോഷ്യൽ മീഡിയ മാനിയ ഇന്ന് എല്ലാവരെയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, കർരിഹി ഇലൈനൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ. തെറ്റ് ചെയ്യുന്നതിനോട് വെറുപ്പുണ്ടാവണം. തെറ്റു വന്നു പോയാൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലാനുള്ള മനസ്സുണ്ടാവണം. തെറ്റ് ചെയ്താൽ ലജ്ജയുണ്ടാവണം. ചെയ്ത തെറ്റിന്റെ വീഡിയോ സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് പ്രദർശിപ്പിക്കുന്ന ദുസ്വഭാവത്തിന്റെ അടിമകളാവല്ല. സുഹൃത്തുക്കളെ, ഈമാൻ ഒരു മനുഷ്യന്റെ കൽബിലുണ്ടായാൽ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന കാര്യമാണ് അമലെന്ന് പറയുന്നത്. ഈമാനുള്ളവരിൽ നിന്ന് അമലുണ്ടായിട്ട് കാര്യമുള്ളൂ. ഈമാൻ ഉണ്ടാകുമ്പോഴും ഈമാന് ശക്തിപ്പെടുമ്പോഴാണ് അമലിന് ശക്തി കൂടുന്നത്. അതുകൊണ്ടാണ് മഹാത്മാക്കളായ ആളുകൾ അവർക്ക് എത്ര നിസ്കരിച്ചാലും മടുപ്പ് വരൂല. നിലവേറും ഐശാത്തോ ലുഹുദോരൂലുവാലെ 40 സുബ്ഹ് തൊഴുതോവർ. 40 വർഷത്തോളം ഇശാ നിസ്കരിച്ച വുളൂഉമായിട്ട് സുബ്ഹ് വരെ ഉറങ്ങാതെ ഇബാദത്ത് ചെയ്ത മഹാനായ ഗൗസുൽ ആലമിനെ പോലോത്ത 100 കണക്കിന് മഹാന്മാർക്ക് ഒരു മടുപ്പും വരുന്നില്ല. എനിക്കും നിങ്ങൾക്കും 2 റക്അത്ത് നിസ്കരിക്കുമ്പോഴേക്ക് മടുപ്പ് തോന്നുന്നുവെങ്കിൽ ഈമാനിന്റെ ശക്തിയുടെ കുറവാണ്. ഈമാനിന് ശക്തി കൂടുമ്പോ എത്ര ഇബാദത്ത് ചെയ്താലും മടുപ്പ് വരൂല. പരിശുദ്ധമായ റജബ് മാസത്തിലല്ലേ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സമ്മാനമായിട്ട് അവിടുന്ന് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം 50 വഖ്ത് നിസ്കാരമായിരുന്നു. 50 വഖ്ത് നിസ്കാരം സമ്മാനമായി കിട്ടിയപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന് മടുപ്പ് തോന്നിയിട്ടില്ല. 50 വഖ്തും ഏറ്റെടുത്തുകൊണ്ടല്ലേ മുത്ത് നബി തങ്ങൾ പോന്നത്. കാരണം ഹബീബായ തങ്ങൾക്ക് അല്ലാഹുവിനെ വല്ലാതെ ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം വലിയ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഹബീബായ തങ്ങൾക്ക് എത്ര നിസ്കരിച്ചാലും അവിടൊന്നും മടുപ്പുണ്ടാവില്ലെന്നു മാത്രമല്ല, സ്വഹാബത്തെ, എന്റെ കണ്ണിന് കുളിർമയുള്ള ഒരു വിഷയം ഖുർറത്തുൽ ഐനി ബിസ്വലാഹ്, കണ്ണിന് കുളിർമയുണ്ടാവുക നിസ്കാരം കൊണ്ട്. ഞാൻ ഇവിടുത്തെ വായന എല്ലായിടത്തും ഇപ്പൊ പറയും നിസ്കാരത്തെ പറ്റിയ. കാരണം ഇവിടെ അടുത്തൊരു സ്ഥലത്ത് വായന വന്നപ്പോ അവിടെ വലിയൊരു പള്ളിന്റെ ഉദ്ഘാടന. സ്ഥലം എനിക്ക് ഓർമ്മയില്ല, സ്ഥലം പറയാനും പറ്റൂലല്ലോ, കാരണം ഇപ്പൊ ഇതില് ലൈവില് കേൾക്കുന്നുണ്ടാവും. പിന്നെ എനിക്ക് വായന വേണ്ടിയല്ലേ നാളെ
അപ്പൊ അവിടെ എന്നോട് സംഘാടകർ ഉസ്താദെ ഞങ്ങള് ഫുള്ള് യൂത്ത് ആണ് തന്നെ, ഇവിടെ ഫുള്ള് യൂത്ത് ആണ്. ആയിക്കോട്ടെ, നമ്മൾ സന്തോഷമല്ലേ. യൂത്ത് സദസ് നോക്കുമ്പോ ഒറ്റ യൂത്തും ഇല്ല, സംഘാടന ഒക്കെ യൂത്താണ്. അത്ര പള്ളിന്റെ ഉദ്ഘാടനം 10 ദിവസം, 8ാമത്തെ ദിവസം എന്റെ വിഷയം നിസ്കാരം എന്നുള്ളതാ. അപ്പൊ ഞാൻ ഇങ്ങനെ നിസ്കാരത്തെ പറ്റി പറഞ്ഞു. അപ്പൊ ഇമാം ഉസ്താദിന്റെ സ്റ്റേജിൽ ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, ഉസ്താദെ സുബ്ഹ് ജമാഅത്തിന് പള്ളിയിൽ എത്ര ആള് വരലുണ്ട്? ഒരു സാധു നിഷ്കളങ്കനായ ഉസ്താദാണ്. മൂപ്പര് അത്ര വലിയൊരു യുക്തിയൊന്നും വെളൊന്നുമില്ലാത്ത ആള്. മൂപ്പരനോട് ഇങ്ങനെ ആക്കിയെന്ന്, അങ്ങനെ 4 ആള്. മൂപ്പര് പിരിച്ചിട്ടൊന്നും അറിയില്ല കമ്മിറ്റിക്കാര്. പിന്നെ അപ്പൊ 4 ആളാണ് ജമാഅത്തിന് വരുന്നത്. അപ്പൊ ഞാൻ യൂത്തിന്റെ നേതാക്കന്മാരൊക്കെ വിളിച്ച് പറഞ്ഞു, നാളെ മുതൽ സുബ്ഹ് ജമാഅത്തിന് ആളുകൾ കൂടണം, യുവാക്കളായ ആളുകളൊക്കെ. ഞാൻ ഇന്നലെ സ്ഥലത്ത് വഴുതെടുത്തും അതന്നെ പറഞ്ഞത്. സുബ്ഹ് നമ്മളെ ഈ ദഫ് റാത്തീബിന്റെ വഴുത അവിടെ നടക്കണമെന്ന് ഞാൻ കേട്ടത്. ദഫ് റാത്തീബിന്റെ അംഗങ്ങൾ എത്ര ആളുണ്ട്? 30 ആളാ. ഈ 30 ആള് നാളെ മുതൽ സുബ്ഹിക്ക് ജമാഅത്തിന് ഇവിടെ വരണം. എന്നാലേ ഇതുകൊണ്ട് കാര്യമുള്ളൂ. ഞാൻ 350 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വഴുതിന് ഇവിടെ വന്നു വിട്ടു. സുബ്ഹ് ജമാഅത്തിന് വരുന്ന ആളുകളാണ് ദഫ് റാത്തീബിന്റെ ആളുകൾ ആവേണ്ടത്. അതിനുള്ള മെമ്പർഷിപ്പിന്റെ മാനദണ്ഡവും സുബ്ഹ് ജമാഅത്താക്കുക. നല്ല നാട്ടില് വലിയ ബറക്കത്തുണ്ടാവും. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞിട്ട് ഓരോട് പറഞ്ഞു, നിങ്ങള് വാട്സപ്പിൽ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, നമുക്ക് ഓരോ വിഷയത്തിനും ഗ്രൂപ്പാ. റോഡിന്റെ സൈഡിൽ നോക്കിക്കണോല്, ഷെഡിൽ ഇരിക്കുന്ന ഒരു ഗ്രൂപ്പ്, ഫുട്ബോൾ കളിക്കുന്ന ഗ്രൂപ്പ്, സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി ഗ്രൂപ്പ്, 2009 പൂർവ്വ വിദ്യാർത്ഥി ഗ്രൂപ്പ്, എല്ലാ ഗ്രൂപ്പൊന്നും ചാടിപ്പോക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ 40 കൊല്ലം മുമ്പ് സ്കൂളിൽ പഠിച്ച ആളുകൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു ചങ്ങാതി അന്നത്തെ സ്കൂളിൽ പഠിച്ചൊരു പെണ്ണിനെ കൂട്ടിട്ട് അവൻ ചാടിപ്പോയന്റെ പെണ്ണിനെ ഒഴിവാക്കിയിട്ട് പത്തനംതിട്ട ഇവിടെ കേട്ടപ്പോ ഇവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കി ചാടി പോവാ. ഞാൻ ഉത്തരവാദിയില്ല. എന്റെ അമ്മ എപ്പോഴും പറയില്ല ഈ വയലിൽ ഇങ്ങനത്തെ കഥ ഒന്നും പറയരുത്, കാരണം ഈ കഥ കേട്ട ബാക്കിയുള്ളവർ ചെയ്താളൊന്ന്. അപ്പൊ ഏതായിരുന്നാലും ഈ വെല്ലത്തിന് ഗ്രൂപ്പുള്ള കൂട്ടത്തിൽ സുബ്ഹ് ജമാഅത്തിന് വേണ്ടിയിട്ടൊരു നല്ല ഫജർ ക്ലബ്ബ് എന്ന പേരിൽ ക്ലബ്ബ് ഉണ്ടാക്കിയോളെ. എന്നിട്ട് സുബ്ഹ് ജമാഅത്തിന് വരുന്ന ആളുകൾ പ്രത്യേകമായി ആ ഗ്രൂപ്പിൽ മെമ്പറായി അങ്ങനെ സുബ്ഹ് ജമാഅത്തിന് വരാൻ തുടങ്ങുന്നത് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ഒരു ചങ്ങാതി എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഉസ്താദ് എനിക്ക് മക്കളില്ല. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, സുബ്ഹിന്റെ മുമ്പ് എഴുന്നേൽക്കണം ഉസ്താദ്, എനിക്ക് മക്കളെ വേണ്ടെന്ന് പറഞ്ഞു. അവനക്ക് നിൽക്കാനാവൂല, അവനക്ക് മക്കളെ വേണ്ട, സുബ്ഹിന്റെ മുമ്പ് നീക്കാൻ ഒരു നൽകും കഴിയില്ല. എത്ര രസമുള്ള പരിപാടിയാന്നറിയാം സുബ്ഹിന്റെ. ഇപ്പൊ സുബ്ഹി 5:30 ഒരു 5 മണി 4:45 സമയത്തൊക്കെ എഴുന്നേൽക്കുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടാവുന്ന സമയം. ഇമാമികളൊക്കെ എത്രയോ കിതാബുകൾ ആ വിഷയത്തിൽ മാത്രം എഴുതിയിട്ടുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചെറിയ കിതാബുണ്ട് അയ്യുഹൽ വലദ്. അത് ഇമാം ഗസാലി തങ്ങൾ അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് പറയുന്നുണ്ട്. ഈ ഇമാം മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തന്റെ മകന് കൊടുക്കുന്ന വലിയ വസിയത്തിന്റെ കൂട്ടത്തില് യാ ബുനയ്യ ലാ യകൂനന്ന ദീഖു അഖിയസ മിൻകാ, കുഞ്ഞുമോനെ നിന്റെ വീട്ടിൽ നീ വളർത്തിയിട്ട് നീ ഭക്ഷണമാക്കുന്ന പൂവൻ കോഴി നിന്നെക്കാൾ ബുദ്ധിയുള്ളവനായിക്കൂടാ. എന്തിനാണ് പൂവൻ കോഴി സുബ്ഹിന്റെ മുമ്പ് തന്നെ എഴുന്നേൽക്കും? നീ ആ കോഴിയെ തിന്നുന്നവനല്ലേ? ആ കോഴി എഴുന്നേൽക്കുന്നതിന്റെ ഒരൽപ്പം മുമ്പെങ്കിലും നീ എഴുന്നേൽക്കാൻ ശ്രമിക്കണേ. ലുഖ്മാനുൽ ഹകീം തങ്ങളെ വസിയത്താണ് മുഅ്മിനീകളെ. അതുകൊണ്ട് സുബ്ഹിന്റെ സമയം പ്രഭാത സമയം ബറക്കത്തുള്ള സമയമാണ്. ആ സമയത്ത് ജമാഅത്തിന് പള്ളിയിലേക്ക് വരാനുള്ള ആ ബോധം നമ്മളിൽ ഇങ്ങനെ വർദ്ധിക്കണോ? ഈമാന് വർദ്ധിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള അമലുകൾ ഒരു പ്രശ്നമാകൂല. അതുകൊണ്ട് തന്നെ ഫിഖ്ഹിന്റെ ഉലമാഇനെ കണ്ടില്ലേ നിങ്ങള്? ഫിഖ്ഹിന്റെ ഉലമാ മനുഷ്യ ജീവിതത്തെ 4 ഭാഗമാക്കിയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് അൽ ഇബാദാത്ത്. ഇബാദാത്തുകൾ, ആരാധന 4-1 മാത്രം.
ചില ആളുകൾ മനസ്സിലാക്കിയത് പള്ളിയിൽ നിസ്കാരം നിർവഹിച്ചു, റമദാനിൽ നോമ്പ് നോറ്റാൽ നല്ല മുസ്ലിമായി എന്നാണ്. അല്ല, ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സമ്പൂർണമായ ജീവിത വ്യവസ്ഥിതിയാണ്. അതുകൊണ്ട് ഇബാദത്ത് ഒരു പ്രധാന ഘടകമാണ്. ഒരു മനുഷ്യന്റെ ഖൽബിൽ ഈമാൻ ഇങ്ങനെ ഉണ്ടായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈമാനുള്ള മനുഷ്യൻ, ആ മനുഷ്യൻ ആരാധനകളോട് താല്പര്യമുണ്ടാവണം. ആരാധനകളോട് താല്പര്യമില്ല എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഖൽബിലെ ഈമാനിന് ശക്തി കുറവുണ്ടെന്നാണ്. നിസ്കരിക്കാൻ താല്പര്യം തോന്നുന്നില്ല എങ്കിൽ അടിയന്തിരമായ ചികിത്സ ഉണ്ടാവണം. നല്ല സ്വാലിഹീങ്ങളായ ആളുകളെ കണ്ട് അവരിൽ നിന്ന് പ്രത്യേകമായ ദിക്റുകൾ വാങ്ങിയിട്ട് ഖൽബിനെ ശുദ്ധീകരിക്കാനുള്ള നല്ല മരുന്ന് കൊടുത്തോളൂ. എത്രയോ സ്വാലിഹീങ്ങൾ അന്തിയുറങ്ങുന്ന പ്രദേശങ്ങളാ നമ്മുടെ പ്രദേശോ. അതുകൊണ്ട് സ്വാലിഹീങ്ങളെ സുഹബത്ത് കൊണ്ട് ഇബാദത്തിന്റെ വർധനവുണ്ടാവണേ. ഇബാദത്തിന്റെ വർധനവുണ്ടാവുന്നതോടൊപ്പം ഒരാള് നല്ല ഇബാദത്ത് ചെയ്യണമെങ്കിൽ ആ മനുഷ്യന് നല്ല ആരോഗ്യം ആവശ്യമാണ്. ആരോഗ്യമുള്ളവരോടാണ് ആരാധന അല്ലാഹു കൽപ്പിച്ചിട്ടുള്ളൂ. മാനസിക ആരോഗ്യമില്ലാത്തവർക്ക് ഇസ്ലാമിന്റെ ഒരു ആരാധനയും ബാധകമല്ല. അതുകൊണ്ടാണ് നിസ്കാരം ആർക്കാ നിർബന്ധമുള്ളത്? ബുദ്ധിയും ശുദ്ധിയുമുള്ള മനുഷ്യർക്കാണ് നിസ്കാരം. ആ ബുദ്ധിയുടെ ആരോഗ്യം കുറഞ്ഞവർക്ക് നിസ്കാരമില്ല, മാനസിക രോഗികളാണ്. ഒരു നിമിഷം മതി മനുഷ്യന്റെ ബുദ്ധി നഷ്ടപ്പെട്ടു പോവാൻ. എന്റെ അടുത്ത് പഠിക്കുന്നൊരു മുതഅല്ലിം ഇന്ന് രാവിലെ വിളിച്ചു, ഉസ്താദേ ഞാൻ വീട്ടിലാണുള്ളത്, അപസ്മാര രോഗമായിട്ടൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഉസ്താദേ, വലിയ പ്രയാസങ്ങളാണ്. എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോ അവന്റെ വല്ലിപ്പ ഫോണ് വാങ്ങിയിട്ട് സംസാരിക്കാണ്. എന്റെ മകൻ നല്ല അലിമാവണമെന്ന് വലിയ താല്പര്യമുണ്ട്, പക്ഷേ അവന്റെ ചെറിയ അപസ്മാരത്തിന്റെ പേരിൽ ഒരു ഓപ്പറേഷൻ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് നടത്തി നോക്കുമ്പോ ഇപ്പം അവനൊരു മാനസിക വിഭ്രാന്തിയിലാണ്. ചില സമയങ്ങളിൽ വല്ലാതെ അക്രമം കാണിക്കുന്ന സ്വഭാവമുണ്ട്. ഒരൊറ്റ നരമ്പിന്റെ ചെറിയ പ്രശ്നം വരുമ്പോഴേക്ക് നമ്മുടെ ബുദ്ധിയുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നു. എന്റെ ചെറുപ്പക്കാരെ, നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ തെമ്മാടിത്തരങ്ങളും കണ്ട് നമ്മുടെ ബുദ്ധിയെ നശിപ്പിക്കാൻ ചില സമയം ചെലവഴിക്കല്ല. നമ്മുടെ ബുദ്ധി കൊണ്ട് ഇന്ന ഫീ ദാലിക ലആയാതുൽ ലിഉലിൽ അൽബാബ്. നല്ലത് ചിന്തിക്കാനുള്ള ബോധമുണ്ടാക്കണം. അശ്ലീല വീഡിയോകൾ കാണാനും അശ്ലീലങ്ങൾ കേൾക്കാനും അശ്ലീല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും നമ്മുടെ ബുദ്ധി പ്രയോഗിച്ചുകൂടാ. ഇരിക്കട്ടെ, ബുദ്ധിയുടെ ആരോഗ്യമുണ്ടാവണം. അതോടൊപ്പം ശരീരത്തിന് ആരോഗ്യമുള്ളവർക്കാണ് ആരാധന പൂർണ്ണമായി ചെയ്യാൻ നിർവാഹമുള്ളൂ. കൈകാലുകൾക്ക് ശേഷിയുള്ളവര്, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവര്, അവരോടാണ് നിന്ന് നിസ്കരിക്കാൻ കൽപ്പിച്ചത്. നോമ്പ് നോൽക്കാൻ പറഞ്ഞത് ആരോഗ്യത്തിന് ശക്തിയുള്ള ആളുകളോടാണ്. അതുപോലെ ഹജ്ജ് ചെയ്യാൻ പറഞ്ഞത് മനിസ്തതാ ഇലൈഹി സബീല. ആരോഗ്യ
ആരോഗ്യവും യാത്ര ചെയ്യാനുമുള്ള ശേഷിയുള്ളവരോടാണ് ഏത് ഇബാദത്തെടുത്തു നോക്കിയാലും ആരോഗ്യം പ്രധാനമാണ്. ആരോഗ്യമുണ്ടാവണമെങ്കിൽ ആഹാരം കഴിച്ചാലേ ആരോഗ്യമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മനുഷ്യൻ കഴിക്കുന്ന ആഹാരം എന്താവണം എന്നത് ഇസ്ലാമിന് നിയമമുണ്ട്. എങ്ങനെയാവണമെന്ന് ഇസ്ലാമിന് നിയമമുണ്ട്. എപ്പോൾ കഴിക്കണമെന്നതിന് ഇസ്ലാമിൽ നിയമമുണ്ട്. എങ്ങനെ കഴിക്കണമെന്നതിന് ഇസ്ലാമിൽ നിയമമുണ്ട്. അതുകൊണ്ട് തന്നെ കഴിക്കുന്ന ആഹാരം ഏറ്റവും പരിശുദ്ധമായ ഹലാലായ ആഹാരമാവണം. അതിന് ഹലാലായ ആഹാരം ലഭിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് ഹലാലായ സമ്പത്താവണം. അതുകൊണ്ട് മനുഷ്യന്മാരോട് ഇസ്ലാം കൽപ്പിച്ച രണ്ടാമത്തെ വിഷയം അൽ മുആമലാത്ത്, ഇടപാടുകൾ മനുഷ്യന്മാർക്കിടയിൽ നടക്കണോ? റബ്ബർ കൃഷി ചെയ്ത കർഷകൻ റബ്ബറിന്റെ പാലെടുത്ത് ഷീറ്റാക്കിയിട്ട് മാർക്കറ്റിൽ വിൽപ്പന നടത്തിയിട്ട് ആ പണം കൊണ്ടുവന്ന് അരി വാങ്ങണം. അരി കച്ചവടക്കാരൻ അരി വിറ്റ പണം ഉപയോഗിച്ച് മത്സ്യ കച്ചവടക്കാരനോട് മത്സ്യം വാങ്ങണം. മത്സ്യ കച്ചവടക്കാരൻ മത്സ്യം വിറ്റിട്ട് തേങ്ങ വാങ്ങണം. തേങ്ങ കച്ചവടക്കാരൻ തേങ്ങ വിറ്റിട്ട് കുരുമുളക് വാങ്ങണം. ഇങ്ങനെ മനുഷ്യന്മാർക്കിടയിൽ പരസ്പരം ഇടപാട് നടക്കണോ? ഇടപാട് നടക്കുന്നിടത്ത് ഒരാളും മറ്റൊരാളെയും വഞ്ചിച്ചുകൂടാ. ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. ചില ആളുകൾ മനസ്സിലാക്കിയത് നിസ്കാരത്തിന് ഫർളുണ്ട്, നിസ്കാരത്തിന് ശർത്തുണ്ട്, നിസ്കാരത്തിന് സുന്നത്തുകളുണ്ട്. ഇതുപോലെ തന്നെ കച്ചവടത്തിന് ഫർളുകളും ശർത്തുകളും സുന്നത്തുകളുമുണ്ട്. നമ്മൾ സാമ്പത്തിക ഇടപാട് നടത്തുമ്പോ ഒരിക്കൽ പോലും അനർഹമായ ഒരു ചെറിയ പണം പോലും നമ്മുടെ കയ്യിൽ പ്രവേശിച്ചുകൂടാ. ഒരാളുടെ ഹക്കും ആ ആളുടെ സമ്മതം കൂടാതെ നമ്മൾ ഉപയോഗിച്ചുകൂടാ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ പ്രബോധനം നടത്തുമ്പോ, മദീനയിൽ പ്രബോധനം നടത്തുമ്പോ വലിയ വലിയ സമ്പന്നരായ ആളുകൾ ഉണ്ടായിരുന്നു. തൊഴിലെടുക്കുന്ന തൊഴിലാളികളെ വേതനം കൃത്യമായി കൊടുക്കാത്തവര് ജൂതനായ മനുഷ്യൻ നബി തങ്ങളെ ശത്രുക്കളിൽപ്പെട്ടവരാണ് ജൂതന്മാര്. പക്ഷേ തൊഴിലെടുത്ത മുതലാളി പണം കൊടുക്കാതിരുന്നപ്പോ വരുന്നു ഇലാ ഹളറത്തി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ ഇന്ന് രാവിലെ മുതൽ തൊഴിലെടുത്തത് അബൂജഹലിന്റെ വീട്ടിലാ. അബൂജഹൽ എനിക്ക് മാന്യമായ ശമ്പളം തന്നിട്ടില്ല, വേതനം തന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് വാങ്ങിത്തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനെ കൂട്ടിയിട്ട് അബൂജഹലിന്റെ വീട്ടിൽ പോയി. അബൂജഹലിന്റെ വീട്ടിൽ പോയപ്പോ അബൂജഹൽ ഇങ്ങനെ ഭാര്യനോട് പറഞ്ഞു, അതാ മുഹമ്മദ് വരുന്നുണ്ട്, എന്തോ കാര്യത്തിന് വരിക, ഇവിടെ എത്തിയാ ഞാൻ അവനെ പേടിപ്പിച്ചു പറഞ്ഞേക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂജഹലിന്റെ വീട്ടിന്റെ മുന്നിലെത്തി. അബൂജഹൽ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്തേ പോന്നത്? നബി തങ്ങൾ പറഞ്ഞു, ഈ മനുഷ്യൻ രാവിലെ മുതൽ പണിയെടുത്തിട്ട് കൂലി കൊടുക്കാത്ത എന്ത് സ്വഭാവ നീ ചെയ്തത്? ഉടനെ തന്നെ അബൂജഹൽ വീട്ടിന്റെ അകത്ത് കയറി ആ തൊഴിലാളിയുടെ പണം തിരിച്ചു കൊണ്ടുപോയി കൊടുത്തു. വേഗം പറഞ്ഞേച്ചു. ഭാര്യ ചോദിച്ചു, നിങ്ങളല്ലേ അങ്ങോട്ട് പോയപ്പോ വലിയ തള്ളു തള്ളിയിട്ട് പോയിന്നത്, മുഹമ്മദ് വന്ന മുഹമ്മദിനെ ഞാൻ ഞെട്ടിച്ചു കളയും. അപ്പൊ അബൂജഹൽ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? സംഗതി ഞാൻ അങ്ങനൊക്കെ പോയതായിരുന്നു, പക്ഷേ മുഹമ്മദ് നബിയുടെ രണ്ട് ചുമലിലും രണ്ട് സിംഹ
സമൂഹം ഇങ്ങനെ വാ പിളർത്തി നിൽക്കുന്നു. ഞാനങ്ങ് പേടിച്ചുപോയി. നോക്കൂ നിങ്ങള്, നബിതങ്ങളെ മുഅ്ജിസത്ത് തൊഴിലാളിയുടെ വേതനം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. അതിന്റെ അർത്ഥം ഒരാളുടെ ഹക്കും പിടിച്ചു വെക്കാൻ ഹബീബായ തങ്ങള് സമ്മതിച്ചിരുന്നില്ല. ശരിക്ക് ആലോചിക്കേണ്ട വിഷയമാണ് സുഹൃത്തുക്കളെ. സാമ്പത്തിക ശുദ്ധി കുറയുന്ന കാലമാണ്. എന്തും എവിടെന്നും കടം വാങ്ങുന്നത്, ഏത് വഴിക്ക് പണം കിട്ടുന്നതൊക്കെ വാങ്ങുന്ന സ്വഭാവം പലിശ ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അഹല്ലല്ലാഹുൽ ബൈഅ, അല്ലാഹു തആല കച്ചവടം ഹലാലാക്കിയിട്ടുണ്ട്. ഉടനെ തന്നെ തൊട്ടുടനെ തന്നെ അല്ലാഹു പറയാണ് വഹറമർ റിബാ. അല്ലാഹു സുബ്ഹാനഹു തആല പലിശ വ്യവസ്ഥിതിയെ കടുത്ത ഹറാമാക്കി വെച്ചിട്ടുണ്ട്. എത്ര അനിവാര്യ ഘട്ടമാണെന്ന് പറഞ്ഞാലും പലിശ വാങ്ങുന്നതിനോട് ഖൽബിൽ ബേജാറ് വേണേ. ചില സ്ഥലത്തൊക്കെ വഅദിന് പോയ ഉസ്താദെ ദ്വാരക്കണം, എന്തിനാ? ലോൺ ഉണ്ട്. ലോൺ എന്തിനെടുത്തത്? അതൊരു വണ്ടി വാങ്ങാൻ വേണ്ടി എടുത്തതാ. ഒരു പ്രശ്നമില്ല ലോൺ എടുക്കുന്നതിന്. എല്ലാത്തിനും ലോൺ. ഇങ്ങനെ ബാങ്കുകാര് വിളിച്ചു പറയും, സാറേ 2 സാറ് വിളിക്കുമ്പോ നമ്മൾ തോന്നി നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളാണ്. സാറേ ഞങ്ങളെ ബാങ്കിൽ ലോൺ ഉണ്ട്, പിന്നെ 12% പലിശ ഉള്ളൂ, നിങ്ങൾക്കൊരു വാഹനമുള്ള ഒരു വാഹനം കൂടി എടുത്തോളി എന്ന് പറഞ്ഞിട്ട് ബാങ്കുകാര് വിളിക്കുമ്പോഴേക്ക് പോയിട്ട് ലോൺ എടുക്കുന്ന സ്വഭാവം. ഇങ്ങനെ അത്യാവശ്യ അനിവാര്യ ഘട്ടങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ കടം വാങ്ങിയിട്ട് കുടുങ്ങിപ്പോയ ആളല്ല. അതേസമയം ആർഭാടം. ഈ അടുത്തൊരു കല്യാണ വീട്ടിൽ പോയപ്പോ കല്യാണ വീട്ടില് ഭയങ്കര ആർഭാട കല്യാണം. ഞാൻ ചോദിച്ചു വീട്ടുകാരനോട്, എന്താണ് ഉച്ചക്ക് രാത്രിയിൽ നല്ല ഫുഡ് കൊടുത്ത് 100-500 ആളുകൾ, പകൽ സമയത്ത് 2000 ആളുകൾക്ക് മന്തിയും ചിക്കൻ പൊള്ളിച്ചതാ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു എവിടുന്നാണ് പൈസ ഒക്കെ? അത് ഞാൻ ഒരു 40 പവൻ സ്വർണ്ണുണ്ട്, അത് പണയം വെച്ചിട്ട് ലോൺ എടുത്തതാ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നല്ല സ്വാലിഹീങ്ങളായ ആളുകളെ വിളിച്ചിട്ട് ഈ പലിശന്റെ ഭക്ഷണം ഭക്ഷിപ്പിച്ചാൽ നിങ്ങൾ മാത്രമല്ല ഈ മനുഷ്യന്മാരെ മുഴുവനും ഹറാമ് തീറ്റിപ്പിച്ചതിന്റെ കുറ്റം കൂടി പേറേണ്ടി വരും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ ഇടപാടുകൾ വളരെ ക്ലിയർ ആയിരിക്കണം. കടബാധ്യതകളോടുകൂടെ ഈ ദുനിയാവ് നങ്ങി യാത്ര പറയുമ്പോ നമ്മളെ കടം പോലും കൃത്യമായിട്ട് ഏറ്റെടുക്കുന്ന ഒരാൾ പോലും ഇല്ലാത്ത ഘട്ടങ്ങളാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ കൊണ്ടുവെക്കപ്പെട്ട ജനാസ, ആ ജനാസക്ക് കടത്തിന്റെ ബാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ മയ്യത്ത് നിസ്കരിച്ചില്ല. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു മാമൂൽ എന്താന്ന് വെച്ചാൽ, മയ്യത്ത് പള്ളി കൊണ്ടുപോയി വെച്ചിട്ട് പള്ളി കമ്മിറ്റിന്റെ ആളുകൾ മൈക്കെടുത്തിട്ട് പറയും നമ്മുടെ മുന്നിൽ വെക്കപ്പെട്ട ജനാസ മേലെ പിന്നെ പറമ്പിലുള്ള അബ്ദുറഹ്മാന്റെ ജനാസയാണ്. അദ്ദേഹവുമായിട്ട് ജീവിതകാലത്ത് ആരെങ്കിലുമൊക്കെ വാക്കോ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും മരിച്ചു പോവണമെന്ന ബോധത്തിൽ പൊരുത്തപ്പെട്ടു ഞെട്ടിച്ചുകൊണ്ടൊരു വർത്താനം പറയല. നിങ്ങളൊക്കെ മരിച്ചോണം, അതുകൊണ്ട് എല്ലാരും പൊരുത്തപ്പെട്ടെടുത്തോളി. ആകെ എല്ലാരും പൊരുത്തപ്പെട്ടെടുത്തു. അദ്ദേഹവുമായിട്ട് ജീവിതകാലത്ത് സാമ്പത്തിക ഇടപാട് നടത്തിയവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ മുനീറുമായി ബന്ധപ്പെട്ട് അതൊക്കെ തീർക്കണമെന്ന് കുടുംബത്തിന് വേണ്ടി ഞാൻ അറിയിക്കുന്നു. അപ്പൊ 4ാമത്തെ സഫെന്ന് ഒരാൾ പറഞ്ഞത്രേ, മുനീറിന്റെ തരാളെ തന്നിട്ടല്ല ബാപ്പന്റെ തോന്നു തരിക. മുനീർ എല്ലാരോടും കടം വാങ്ങി മുങ്ങണ ലോക വിളവ മുങ്ങന്റെ അവന് വലിയ ഉസ്താദ്. എന്നിട്ട് ഓനാ ബാപ്പന്റെ, എന്നിട്ടോ കമ്മിറ്റിക്കാരത് പറഞ്ഞു പോവാന്നല്ലാതെ ബാപ്പ മരിച്ചു 3 കഴിഞ്ഞ് 40 കഴിഞ്ഞു, ആണ്ടും കഴിഞ്ഞാലും ബാപ്പ ആർക്കൊക്കെ കൊടുക്കാനുണ്ട് എന്നുപോലും അന്വേഷിക്കുന്ന സ്വഭാവം നമ്മുടെ നാട്ടിലില്ല.
വലിയ ബേജാറുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്ത് ഒരു ആയത്തുണ്ട്. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്താണ്. ആയത്തിന്റെ പേര് ആയത്തുദ്ദൈൻ. കട ഇടപാടുകൾ, കടം വാങ്ങുന്നതിന്റെ ആദാബുകൾ മാത്രം പറയുന്ന ഒരു പേജ് പൂർണ്ണമായിട്ടും പറയുന്ന ആയത്ത്. ആ ആയത്തിൽ പറയുന്നുണ്ട്, ഇടപാട് നടത്തുന്നവര് കൃത്യമായിട്ട് ഡേറ്റ് ഇട്ടുകൊണ്ട് സാക്ഷികളെ വെച്ചുകൊണ്ട് എഴുതി വെക്കണേ. ബാപ്പയങ്ങ് മരിച്ചാൽ ബാപ്പയുടെ അക്കൗണ്ട് ബുക്ക് എടുത്ത് നോക്കിയാൽ മക്കൾക്ക് മനസ്സിലാവണം ബാപ്പ കൊടുക്കാനുള്ളത് എത്രയാണ്, കിട്ടാനുള്ളത് എത്രയാണ് എന്ന് കൃത്യമായിട്ട് ഓരോ ദിവസവും മഹാനായ നൂറുൽ ഉലമ എം.എ. ഉസ്താദ് അല്ലാഹു ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ, അവിടെ നിന്ന് എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോ തന്റെ വസിയത്തുകളും ഇടപാടുകളും എഴുതി സൂക്ഷിച്ചിരുന്നു. നമ്മളൊക്കെ അത് ശ്രദ്ധിക്കണേ സുഹൃത്തുക്കളെ. ബാപ്പ മരിച്ചാൽ ബാപ്പയുടെ ഇടപാടുകളെ കുറിച്ച് കൃത്യമായിട്ട് മക്കൾക്കോ അതുപോലെ ഉമ്മക്കോ വീട്ടിലുള്ള ആളുകൾക്ക് ബോധ്യമാവുന്ന രൂപത്തിൽ എഴുതി സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ കടക്കാരനായിട്ട് ഖബറിൽ കിടക്കുന്നത് വലിയ ശിക്ഷക്ക് കാരണമാണ്. ഒരാളെയും നമ്മൾ പറ്റിച്ചുകൂടാ. നമ്മൾക്ക് അർഹതപ്പെടാത്ത വല്ല പണവും വന്നാൽ അത് സ്വീകരിച്ചുകൂടാ. ഇന്ന് അങ്ങനെയാണ്. ഇന്നലെ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. എന്താണ് മെസ്സേജ്? നിങ്ങൾ ഞങ്ങളെ കമ്പനിയുമായിട്ട് കരാറിൽ ഏർപ്പെടാൻ തയ്യാറുണ്ടോ? എന്താണ് കരാറ്? നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് ജോലി ചെയ്താൽ നിങ്ങൾക്ക് ഓരോ ദിവസവും 4000 രൂപ ഞാൻ അയച്ചു തരാം. എത്ര സുഖണ്ട് ഏർപ്പാട്! 4000 രൂപ വീട്ടിലേക്ക് ഇങ്ങനെ എന്റെ അക്കൗണ്ട് നമ്പർ കൊടുത്താൽ മതി. അപ്പൊ ഞാൻ ഇങ്ങനെ അതിനോടൊന്ന് സംസാരിച്ചതെന്ന് അറിയാൻ വേണ്ടിട്ട്, വാഴ പറയാൻ വേണ്ടി തന്നെ സംസാരിച്ചിട്ട് അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അവന്റെ മെസ്സേജ്, നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ഇപ്പോൾ തന്നെ 200 രൂപ അക്കൗണ്ടിലേക്ക് അയച്ചു തരാം, 200 രൂപ അക്കൗണ്ടിലേക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ മോഹിപ്പിക്കാൻ ശ്രമിക്കാണ്. എന്നിട്ട് ഹലാലല്ലാത്ത സമ്പത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന വിവിധ സംരംഭങ്ങൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇങ്ങനത്തെ സംരംഭങ്ങൾ കേൾക്കുമ്പോഴേക്ക് ചെറുപ്പക്കാര് അതിന്റെ അടിമകളായി മാറിയിട്ട് അവസാനം ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തിയിട്ട് കുടുംബം തകർന്നു പോയ ആളുകളുടെ എണ്ണം കൂടി വരുന്നു. അതുകൊണ്ട് സാമ്പത്തികത്തിൽ ശ്രദ്ധിക്കണം. മിന ഐനക്തസബഹു വഫീമ അൻഫഖാ. എവിടെന്നാണ് സമ്പാദിക്കുന്നത്, എന്തിനാണ് സമ്പത്ത് ചെലവഴിക്കുന്നത്, രണ്ടും പ്രധാനപ്പെട്ട വിഷയമാണ്. സമ്പത്ത് സമ്പാദിക്കുന്ന വഴിയും ക്ലിയർ ആവണം, അതുപോലെ തന്നെ ചെലവഴിക്കുന്ന വഴിയും ക്ലിയർ ആവണം. എങ്ങനെങ്കിലും പണമുണ്ടാകി എങ്ങനെങ്കിലും മുതലാളിയാവുക എന്ന കള്ളത്തരമുണ്ടല്ലോ, കളവ് പറഞ്ഞിട്ട് ആളുകളിൽ നിന്ന് പിരിവ് നടത്തുന്ന സ്വഭാവം. സുബ്ഹാനല്ലാഹ്, വലിയ ബേജാറുള്ള വിഷയാണ്. കളവ് പറഞ്ഞിട്ട് ആളുകളിൽ നിന്ന് പണം പിരിപ്പിക്കുക. എന്റെ മകളെ കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇങ്ങനെ നടന്നു. അയാള് 5 കൊല്ലം മുമ്പ് ആ സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഒരാള് വെറുതെ ചോദിച്ചു, ഇപ്പോഴും മകളെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ? സുബ്ഹാനല്ലാഹ്, മനുഷ്യൻ പറയാണ്, അതൊക്കെ ഒരു വർത്താനല്ലേ, എന്തെങ്കിലുമൊക്കെ കയ്യിലാവണ്ടേ. ഇന്നാലില്ലേ, എത്ര വലിയ കളവാണ് പറയുന്നത്. അതുകൊണ്ട് കളവ് പറഞ്ഞിട്ട് പിരിവ് നടത്തിയിട്ട് തന്റെ വീടും തന്റെ ജീവിതവും സമ്പന്നമാക്കണമെന്ന് ചിന്തിക്കുന്നവര്, പൊതു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കളിക്കുന്നവര് ശരിക്ക് സൂക്ഷിക്കണേ. പള്ളിയുടെ മദ്രസയുടെ ഉറൂസിന്റെ പണമൊക്കെ ചെലവഴിക്കുന്നവര് ഒരു ചെറിയ പണം പോലും എന്റെ കയ്യിൽ പെട്ടുകൂടാ
എന്ന വലിയ ബേജാറുണ്ടാവണം. അങ്ങോട്ട് കൊടുക്കാനുള്ള മനസ്സുണ്ടാവണം. ഒരാളുടെ മിന്നത്തും സ്വീകരിക്കാതെ എല്ലാവർക്കും കൊടുക്കുന്ന മനസ്സ് രൂപപ്പെടുത്തിക്കോ. ഉമ്മമാരെ, സമ്പത്തെന്ന് പറയുന്നത് സ്വർണമായിട്ട് അല്ലാഹു നിങ്ങൾക്കാണ് അനുവദിച്ചത്. സ്വർണം നിങ്ങൾക്കതിനോട് മഹബത്ത് തന്നു. നിങ്ങൾക്കത് ധരിക്കാനും അത് സൂക്ഷിക്കാനും അതിന്റെ സൗന്ദര്യം ആളുകൾക്കിടയിൽ, നിങ്ങളുടെ ഭർത്താവിന്റെ അടുത്ത്, നിങ്ങളുടെ മാതാപിതാക്കളുടെ സമീപത്ത് സ്വർണം ധരിച്ചുകൊണ്ട് അതിന്റെ സൗന്ദര്യം പ്രകടമാക്കാനും സ്വർണത്തോട് താല്പര്യവും അല്ലാഹു നിങ്ങൾക്ക് തന്നു. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ആ സ്വർണം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി നിങ്ങൾ നൽകുന്നുണ്ടോ? നിങ്ങൾക്ക് കിട്ടിയ സ്വർണം അങ്ങനെ പിടിച്ചു വെക്കാനുള്ളതല്ല. വീട്ടിലെ നാട്ടിലൊരു പാവപ്പെട്ട കുടുംബത്തിലെ പെൺകുട്ടിയുടെ കല്യാണം നടക്കാണ്. നിങ്ങളെ വീട്ടില് 50 പവൻ സ്വർണം ലോക്കറിലുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ 40, 30, 20 പവൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പുറത്തെ വീട്ടിലെ പാവപ്പെട്ട പെൺകുട്ടി ഒരു 5 പവൻ പോലും ഇല്ലാതെ ഒരു സ്വർണത്തിന്റെ വള ധരിക്കണമെന്ന് ആശ കൊണ്ട് ഇങ്ങനെ കണ്ണുനീര് കുടിക്കുമ്പോ, പ്രിയപ്പെട്ട ഉമ്മമാരെ, സ്വർണത്തിന്റെ വളകളുള്ള ഉമ്മമാരൊന്ന് ആലോചിക്കണോ. ഞങ്ങൾ 10 പേര് കൂടിയാൽ ഒരു 5 പവൻ ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ കയ്യിലിട്ട് കൊടുത്താൽ ആ പെൺകുട്ടിയുടെ കൈക്കെന്തൊരു ഭംഗിയാണ്. ഞങ്ങൾക്ക് 50 പവൻ തന്ന അല്ലാഹ് ഒരു പവനെങ്കിലും ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ ഞങ്ങളൊന്ന് മനസ്സ് കാണിക്കണ്ടേ? അതുകൊണ്ട് കൊടുക്കേണ്ട സ്ഥലത്ത്, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ടതാണ് സമ്പത്തെന്ന് പറയുന്നത്. അതിങ്ങനെ പിടിച്ചു വെച്ച് അതിന്റെ മുകളിൽ കിടന്നുറങ്ങി അവസാനം നമ്മൾ മരിച്ചു മയ്യത്ത് ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ സന്താനങ്ങൾ സ്വർണത്തിന് വേണ്ടി അടികൂടുന്ന കാഴ്ച വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സമ്പത്ത്, ആ സമ്പത്തിന്റെ കൈകാര്യം വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കാം. ചില ആളുകൾ മനസ്സിലാക്കിയത് നിസ്കാരമൊക്കെ നല്ല ഷർത്തും ഫർദിലൊക്കെ നിർവഹിക്കണം, സമ്പത്ത് അതെങ്ങനെങ്കിലൊക്കെ അത് കഴിഞ്ഞു പോയാൽ മതി. അല്ല, പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നിസ്കാരം പറഞ്ഞെടുത്ത് മുഴുവനും അല്ലാഹു തആല സാമ്പത്തികം പറഞ്ഞു. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. എന്തൊരു ചോദ്യമാണ്! മതനിഷേധികളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ആരാണ് മതനിഷേധികൾ എന്ന് പറഞ്ഞാൽ ഫദാലികല്ലദീ യദ്ഉൽ യതീം. അവര് അനാഥകൾക്ക്, യതീമുകൾക്കൊന്നും കൊടുക്കൂല. ഒരു അനാഥ മക്കളുള്ള വീട്ടിലെ ജീവിതമൊന്ന് അന്വേഷിച്ചു നോക്കൂ. പലപ്പോഴും ഞാൻ വഅദ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോ, ഞാൻ ഇന്നലെ ഇവിടെ നിന്ന് വഅദ് കഴിഞ്ഞ് എന്റെ വീട്ടിലെത്തുമ്പോ ഏതാണ്ട് 3:30 മണി 4 മണിയായിട്ടുണ്ട്. സുബ്ഹ് നിസ്കരിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ വീട്ടിൽ വന്നിരിക്കുമ്പോ എന്റെ ചെറിയ മോന്, 3.5 വയസ്സുള്ള മോന് ഓടി വന്നിട്ട് എന്റെ മടിയിൽ ഇങ്ങനെ ഇരുന്നു. ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയി, ഒരു ബാപ്പയില്ലാത്ത വീട്ടിലുള്ള മക്കൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടാകുമോ? യതീമായ മക്കളുള്ള വീട്ടിൽ ആ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ ആരുണ്ട്? മിഠായി വാങ്ങിക്കൊടുക്കാൻ. നമ്മളെ നാട്ടിലൊക്കെ യതീമുകളുള്ള വീടിന്റെ അവസ്ഥ എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ യതീമുകളെ കുറിച്ച് ചിന്തിക്കാത്തവൻ മതനിഷേധിയാണ്. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ.
പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കൂല. നോക്കൂ, നിങ്ങൾ മതനിഷേധികൾ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവനൊന്നും കൊടുക്കാത്തവനാണ്, അനാഥകൾക്ക് ഭക്ഷണം കൊടുക്കാത്തവനാണ്. നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് മുഴുവനും യുഖീമൂന സ്വലാത്ത വയുതൂന സകാത്ത്. നിസ്കാരം നിലനിർത്തുന്നവർ, സാമ്പത്തികമായി കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു വീട്ടുന്നവർ. സകാത്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. നമ്മൾ മനസ്സിലാക്കണം, സാമ്പത്തികമായി കച്ചവടം നടത്തുന്ന ആളുകൾ കച്ചവടത്തിന്റെ സകാത്ത് കൊടുക്കണം. പണം സൂക്ഷിക്കുന്ന ആളുകൾ അതിന് കൃത്യമായി കണക്ക് നോക്കിയിട്ട് സക്കാത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? സക്കാത്ത് സമ്പത്ത് സൂക്ഷിക്കുന്ന ആളുകൾ 1,00,000 രൂപ ഒരു വർഷം ഒരാൾ പണമായിട്ട് ബാങ്കിലോ സമ്പത്തായിട്ടോ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ആ ഒരു വർഷം തികയുമ്പോൾ അതിന്റെ 2.5% സക്കാത്ത് കൊടുത്തോളണം. ഇല്ല എങ്കിൽ ആ 2.5% പിന്നെയും അങ്ങനെ ബിസിനസ്സിൽ കൂട്ടുകയാണെങ്കിൽ ആ 2.5% ഇവിടത്തെ ഫഖീറായ പാവപ്പെട്ടവൻ മിസ്കീനായ ആളുകൾ ആ 2.5% പങ്കു ചേർന്നു. ബിസിനസ് അവർക്കും കൂടി ഷെയറുള്ള ബിസിനസ്സായി മാറും. വലിയ പ്രശ്നമുള്ള കാര്യമാണ് സകാത്ത് കൊടുക്കാതെ പിന്തിച്ചു വെക്കുന്നത്. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് മുആമലാത്ത്, മനുഷ്യന്മാർക്കിടയിലുള്ള ഇടപാടുകൾ, ആ ഇടപാടുകൾ വളരെ സൂക്ഷിച്ചുകൊണ്ട് നടത്തണം. ഒരാളുടെ ഹഖും നമ്മൾ അനാവശ്യമായിട്ട് കൈവശപ്പെടുത്തിക്കൂടാ. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അല്ലാഹു ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വലിയ ഗുരുനാഥന്മാരുടെ ഗുരുനാഥന്മാരിൽപ്പെട്ട മഹാനാണ് കണ്ണിയത്ത് ഉസ്താദ്. കണ്ണിയത്ത് ഉസ്താദ് അവരുടെ നാട്ടിൽ വാഴക്കാട് എന്ന് പറയുന്ന പ്രദേശം ഞങ്ങളുടെ നാടിന്റെ തൊട്ടടുത്ത ആ നാട്ടിലെ മാർക്കറ്റിൽ വന്നിട്ട് മീന് മത്തി വാങ്ങാൻ വേണ്ടി പോയതാ. കച്ചവടക്കാരനോട് മത്തിയുടെ വില അന്വേഷിച്ചു. അങ്ങനെ കച്ചവടം ഉറപ്പിച്ചു. 10 മത്തിക്ക് വില പറഞ്ഞു. അങ്ങനെ പണം കൊടുത്തു. 10 മത്തി വാങ്ങി വീട്ടിലേക്ക് വന്നു. വീട്ടിലെത്തിയിട്ട് ഭാര്യനോട് പറഞ്ഞു, ഞാൻ നല്ല 10 മത്തി വാങ്ങിയിട്ടുണ്ട്, നല്ല ഉഷാറായിട്ട് കറി വെക്കണം. നോക്കണം നിങ്ങൾ, ഭാര്യയുടെ ഈമാനും തഖ്വയും. ഭാര്യ വേഗം മത്തിയുടെ പൊതി അഴിച്ചിട്ട് മത്തി എണ്ണി നോക്കിയപ്പോ 12 മത്തിയുണ്ട്. ഭാര്യ പറഞ്ഞു, നിങ്ങൾ എത്ര മത്തിയാ വാങ്ങിയത്? 10 മത്തി. ഇത് 2 എണ്ണം അധികമായിട്ടുണ്ട്, വേഗം തിരിച്ചു കൊണ്ടുപോയി കൊടുത്താളി. നമ്മളാണെങ്കിൽ പറയും, ചരക്കാതെ അവിടെ നിന്ന് 2 മത്തിക്ക് അധികം അല്ലാഹു തആല ഓനെ കൊണ്ട് വെപ്പിച്ചതാ. അതൊന്നും നോക്കണം, അള്ളാന്റെ ഖുദ്റത്തിൽ വിശ്വാസം കൂടും നമുക്ക്. കണ്ണിയത്ത് ഉസ്താദ് വേഗം മത്തിയുടെ പൊതി പൊതിഞ്ഞിട്ട് നേരെ വാഴക്കാട് അങ്ങാടിയിലേക്ക് വന്നിട്ട് കച്ചവടക്കാരോട് പറഞ്ഞു, മോനെ, ഞാൻ 10 മത്തിയാണ് കച്ചവടം ചെയ്തത്, ഈ പൊതിയിൽ 12 മത്തിയുണ്ട്, അതുകൊണ്ട് 2 എണ്ണം അറിയാതെ വെച്ചുപോയതാ, തിരിച്ചെടുത്താളാ. അപ്പൊ കച്ചവടക്കാരൻ പറഞ്ഞു, ഉസ്താദേ, ഞാൻ നിങ്ങൾ ഉസ്താദ് ആയതുകൊണ്ട് 2 എണ്ണം അധികം വെച്ചതാ. അങ്ങനെ ഉണ്ട് കച്ചവടക്കാർക്ക് ഒരു സ്വഭാവം. ചിലപ്പോ ഉസ്താദാണെങ്കിൽ നല്ലോണം പറ്റിക്കും, ചിലപ്പോ നല്ലോണം കൊടുക്കും ചെയ്യും. രണ്ടുണ്ട് കച്ചവടക്കാര്. ചില കച്ചവടക്കാര് മുയ്യാരല്ലേ, തലൊന്നും ഉണ്ടാകാൻ എല്ലാ ചീഞ്ഞ മത്തി എടുത്തിട്ട് കൊടുക്കും. ചില ആൾക്കാർ ഉസ്താദല്ലേ, ഉസ്താദിനെ പറ്റിക്കാൻ പറ്റൂല, ആരെയും പറ്റിക്കാൻ പറ്റൂല. എന്റെ നാട്ടിൽ ഒരു ദിവസം ഞാനൊരു കടയിൽ കയറിയ സമയത്ത് എന്നോട് പറഞ്ഞു, ആ തക്കാളി എടുക്കണ്ട, ഇപ്പട്ടീന്ന് എടുത്തു, അത് ബംഗാളിക്ക് കൊടുക്കാനുള്ളതാണ്. ബംഗാളികൾക്ക് ഇപ്പൊ എന്താ, ബംഗാളി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ജന്തുക്കളാന്ന് എല്ലാരും വിചാരം. അങ്ങനെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന കസ്റ്റമർ ആരായിക്കോട്ടെ, മനുഷ്യനാവട്ടെ മൃഗമാവട്ടെ, ആർക്കാണെങ്കിലും അർഹതപ്പെട്ടതല്ലാത്തതൊന്നും കൊടുക്കരുത്. ചീഞ്ഞ സാധനങ്ങൾ ഒരാൾക്കും കൊടുക്കാൻ പറ്റൂല. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, മോനെ, 2 എണ്ണം അധികം വെക്കുമ്പോ എന്നോട് പറയണ്ട, നമ്മൾ കച്ചവടാക്കിയത് 10 എണ്ണാണല്ലോ. ഒക്കെ നിങ്ങൾ എന്തൊരു സൂക്ഷ്മത. അങ്ങനത്തെ വലിയ സൂക്ഷ്മതയിലൊക്കെ നമ്മൾ പോയിട്ടില്ലെങ്കിലും അർഹതപ്പെടാത്തത് നമ്മളിലേക്ക് വന്നു ചേരുന്നത് സൂക്ഷിക്കണേ. ആ രൂപത്തിൽ സാമ്പത്തികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ മത്അമുഹു ഹറാം,
അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്. വമൽബസുഹു ഹറാം, അവന്റെ വസ്ത്രം ഹറാമാണ്. വമസ്കനുഹു ഹറാം, അവന്റെ താമസ സ്ഥലം ഹറാമാണ്. ഫഅന്നാ യുസ്തജാബു ലഹു, എവിടെന്നാണ് അവന്റെ ദുആഇന് ഉത്തരം ലഭിക്കുക? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പൊരുത്തപ്പെടാത്ത മാർഗത്തിൽ സമ്പാദിക്കുന്നത് ചിന്തിച്ചുകൂടാ. ആളുകളെ പറ്റിച്ചുകൊണ്ട് കളവ് പറഞ്ഞ് സമ്പാദിക്കുന്ന സമ്പാദ്യം അത് ബറക്കത്തില്ലാത്ത സമ്പാദ്യമാണ്. ആളുകൾക്ക് വസ്തുവിന്റെ മേന്മ കളവ് പറഞ്ഞിട്ട് കച്ചവടം ചെയ്യുന്ന മദീനത്തെ മാർക്കറ്റിൽ നബി തങ്ങൾ ഒരു ദിവസം വന്നപ്പോ ഗോതമ്പിന്റെ കച്ചവടം നടത്തുന്ന ഒരു കച്ചവടക്കാരനുണ്ട്. നല്ല ഭംഗിയുള്ള ഗോതമ്പ് ഇങ്ങനെ കൂട്ടിവെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗോതമ്പിന്റെ ആ കൂനയുടെ ഉള്ളിലേക്കൊന്ന് കൈയിട്ട് നോക്കിയപ്പോ ഉള്ളിലുള്ള ഗോതമ്പൊക്കെ നനഞ്ഞ ഗോതമ്പാണ്, പുറത്ത് നല്ല ഭംഗിയുള്ള ഗോതമ്പ് കണ്ടു. അപ്പോഴാ മനുഷ്യൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നലെ രാത്രിയിൽ മഴ വർഷിച്ചപ്പോ ഒരൽപഭാഗം നനഞ്ഞു പോയതാണ്, അതുകൊണ്ട് നനഞ്ഞ ഗോതമ്പിനെ ഞാൻ ഉള്ളിലാക്കി വെച്ചതാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, പാടില്ല, നനഞ്ഞത് വേറെ വെക്കൂ, ഉണങ്ങിയത് വേറെ വെക്കൂ. അതല്ലാതെ ഉണങ്ങിയത് കാണിച്ചിട്ട് നനഞ്ഞത് വിൽക്കുന്ന പരിപാടി കടുത്ത തെറ്റാണ്. നമ്മൾ കണ്ടില്ലേ, ഫ്രൂട്ട്സ് കച്ചവടം നടത്തുന്ന ആള് നല്ല ഭംഗിയുള്ള ആപ്പിൾ ഇങ്ങനെ മുന്നിൽ വെച്ചുണ്ടാകും. നമ്മളൊരു കിലോ വാങ്ങിയാലോ ഉള്ളിന്ന് ഉണങ്ങിയ ആപ്പിൾ എടുത്ത് ഞമ്മക്ക് തൂക്കിത്തരും. നമ്മളെ മുന്നിലെ നല്ല ചുറുക്കുള്ള ആപ്പിൾ കണ്ടിട്ടാണ് ആപ്പിൾ വാങ്ങിയിട്ടുണ്ടാവുക. പക്ഷേ പിറകുന്നെടുത്ത് തരുന്നത് പഴയ ആപ്പിളായിരിക്കോ. ചെയ്തത് ചെറിയ പ്രശ്നമാണെങ്കിലും വലിയ കുറ്റമാണ്, വലിയ കുറ്റങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കണം. എല്ലാ മേഖലകളിലും വ്യാപകമായ വഞ്ചനകളും പൂഴ്ത്തിവെപ്പുകളും കൊടിയ തട്ടിപ്പുകളും നടക്കുന്ന കാലമാണ്. അതേ സുഹൃത്തുക്കളെ, ശരിക്ക് ആലോചിക്കണോ, എല്ലാ മേഖലകളിലും തട്ടിപ്പ് വ്യാപകമായിരിക്കുന്ന കാലോ. എല്ലാവരും ആലോചിക്കണം, എന്റെ ആഖിറത്തിലേക്ക് ഞാൻ സമ്പാദിക്കുന്നത് കൊണ്ട് ഇവിടെ തൽക്കാലം സുഖിച്ച് ജീവിക്കാം, ഇവിടെ തൽക്കാലം കാറ് വാങ്ങാം, ഇവിടെ തൽക്കാലം വീട് സൗന്ദര്യമാക്കാം. പക്ഷേ ആഖിറത്തിലെത്തുമ്പോൾ എന്റെ അക്കൗണ്ട് എത്ര മോശപ്പെട്ട അക്കൗണ്ട് ആകും എന്ന് ആലോചിക്കണേ. അതുകൊണ്ട് ഇബാദത്ത് നന്നാവണമെങ്കിൽ ആരോഗ്യമുണ്ടാവണം. നല്ല ആരോഗ്യമുണ്ടാവണമെങ്കിൽ ഹലാലായ ഭക്ഷണം കഴിക്കണം. ഹലാലായ ഭക്ഷണം കഴിക്കുന്നവർക്ക് നല്ല ആരാധന നടത്താൻ കഴിയൂ. അങ്ങനെ നല്ല ആരോഗ്യമുള്ള നല്ല ആരാധന നടത്തുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമാണ് ശരീരത്തിന് വികാരങ്ങളും വിചാരങ്ങളും ഉണ്ടാകുന്നു. മനുഷ്യന്റെ ശരീരം ഇങ്ങനെ വളരുന്നതിനനുസരിച്ച് മനുഷ്യന്റെ ശരീരത്തിന് വൈകാരികമായ സ്വഭാവങ്ങൾ അല്ലാഹു സംവിധാനിച്ചു. പുരുഷനാണെങ്കിൽ ആ പുരുഷന് സ്ത്രീയോട് താല്പര്യമുണ്ടാകും, സ്ത്രീയാണെങ്കിൽ പുരുഷനോട് താല്പര്യമുണ്ടാകും. ഇങ്ങനെയാണ് അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിനെ, ഈ ഭൂമിയെ സംവിധാനിച്ചത്. അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തമാണത്. ആണിന് പെണ്ണിനോട് താല്പര്യമുണ്ടാവുന്നത്, പെണ്ണിന് ആണിനോട് താല്പര്യമുണ്ടാക്കി വെച്ചത് അല്ലാഹുവാണ്. എന്നിട്ടോ സുഹൃത്തുക്കളെ, അവിടെ അതുകൊണ്ടാണ് ഫിഖ്ഹിന്റെ ഉലമാ മൂന്നാമത്തെ വിഷയം, ആരാധനകൾ ഏറ്റവും ക്ലിയർ ആയിട്ട് നടക്കണമെങ്കിൽ മാനസിക സന്തോഷം അനിവാര്യമാണ്. ഒരു പുരുഷന് ഏറ്റവും കൂടുതൽ മാനസിക സന്തോഷം കൊടുക്കാൻ കഴിയുന്ന അവന്റെ ഏറ്റവും നല്ല ഇണ
തന്നെയാണ് ഏറ്റവും സന്തോഷം കൊടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഖുർആന് ഭാര്യ ഭർത്താക്കന്മാരെ പറ്റി പറഞ്ഞപ്പോ ലിതസ്കുനൂ ഇലൈഹാ, പുരുഷന്മാർക്ക് സമാധാനത്തിന്റെ കേന്ദ്രമാണ്, സമാധാനത്തിന്റെ മടിത്തട്ടാണ് ഭാര്യമാര്. ഭാര്യക്ക് വലിയ സംരക്ഷണത്തിന്റെ ഇടമാണ് ഭർത്താക്കന്മാര്. എന്റെ ഭാര്യ ഒരു ദിവസം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഉണ്ടാകുമ്പോ ഞാൻ കുറച്ചൊക്കെ ഒന്ന് ഉറങ്ങിപ്പോകുന്നത് നിങ്ങൾ പ്രശ്നാക്കരുത്. ഞാൻ ചോദിച്ചു അതെന്താ? നിങ്ങൾ ഉണ്ടാകുമ്പോ ഒരു ധൈര്യമാണ്, വിളിക്കാൻ ആളുണ്ടല്ലോ, അതുകൊണ്ട് ഉറങ്ങിപ്പോകുന്നതാണ്. ഭർത്താവ് അടുത്തുണ്ടാവുന്നത് ഭാര്യമാർക്ക് സുരക്ഷിതത്വമാണ്. അതുപോലൊരു ഭാര്യ അടുത്തുണ്ടാവുന്നത് ഭർത്താവിന് വലിയ സമാധാനമാണ്. ഭർത്താവിന്റെ സന്തോഷത്തിന്റെ കാരണമാണ് ഭാര്യമാര്. ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സ്നേഹത്തിന്റെ ശക്തി കൂട്ടുന്നതാണ് മക്കളെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മൂന്നാമത് ഫിഖ്ഹിന്റെ ഉലമാ ചർച്ച ചെയ്ത വിഷയം അൽ മുനാകഹ, വൈവാഹിക ജീവിതത്തിന്റെ മാന്യമായ ഇടപാടുകളുടെ ഫർളുകളും ഷർത്തുകളും അതിന്റെ സുന്നത്തുകളും അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് പ്രകാരം ഫിഖ്ഹിന്റെ ഉലമാ വിശദീകരിക്കുന്നു.